ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചോറിനും ഇഡ്ലിക്കും ദോശയ്ക്കുമൊക്കെ പറ്റിയ നല്ല സ്വാദുള്ളൊരു നാടൻ സാമ്പാർ ഉണ്ടാക്കിയാലോ. അതും ചക്കറിയും പരിപ്പും എല്ലാം ഒന്നിച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ച് നല്ല എളുപ്പത്തിലൊരു സാമ്പാർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. വലിച്ചു നീട്ടാതെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സാമ്പാറിന് വേണ്ട പച്ചക്കറികൾ ഞാനിവിടെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു കേട്ടോ, മുരിങ്ങയ്ക്കയാണ് സാമ്പാറിൻ്റെ മെയിൻ. ഞാനിപ്പോൾ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയാണ്. ഇനി ഞാനൊരു 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. മുളകുപൊടി ഞാനൊരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പച്ചക്കറികളും കൂടെ ഒന്നിച്ച് ഒരു കുക്കറിനകത്ത് അങ്ങ് ഇടുന്നു. ഇനി ഞാനൊരു മീഡിയം സൈസിലൊരു സവാള ഇടുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നുണ്ട്. ഞാനൊരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഞാൻ 2 തക്കാളി എടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി, ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളായി അരിഞ്ഞ് ഈ പച്ചക്കറി കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഞാനൊരു 5-6 വിസിലടിക്കുന്നുണ്ട്. കുക്കറിലും ഡിഫറെൻ്റ് ആണ്. എൻ്റെ കുക്കറിൽ 3 വിസിലടിച്ചാലൊന്നും നന്നായിട്ട് വേവാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 5-6 വിസിലൊക്കെ അടിച്ച് എടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം പച്ചക്കറി നന്നായിട്ട് വെന്തുടയുന്നതാണ് ഇഷ്ടം. നിങ്ങളുടെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് താളിക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കാം. അതിനായിട്ട് ഞാൻ 2 അല്ലി ചുവന്നുള്ളി എടുക്കുന്നുണ്ട്, 2 വറ്റൽമുളക് എടുക്കുന്നുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഈ നേരത്തെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിൻ്റെ ആവി പോകുമ്പോഴത്തേക്കിനും നമുക്കെല്ലാം സെറ്റാക്കാമല്ലോ. അപ്പോൾ ഈസി അല്ലേ? അതിനാണ് ഞാനെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഈ താളിക്കാൻ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. ചെറിയൊരു മൂപ്പ് ആയാൽ മതിയേ, നമുക്ക് ഒത്തിരി മൂപ്പാവേണ്ട ആവശ്യമില്ല. തീ സിമ്മിലായിരിക്കണം. ഇനി നമുക്ക് അതിൻ്റെ പൊടികളിട്ട് കൊടുക്കണം. ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടികളിട്ട് കൊടുക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയാണ്. മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. സാമ്പാർ പൊടിയാണ് ഞാനിവിടെ കൂടുതൽ ഇടുന്നത്. സാമ്പാർ പൊടി ഞാനൊരു 2.5-2.25 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. മുളക് പൊടി ഞാനൊരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ജീരകപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തീ സിമ്മാക്കി വെച്ച് വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് ഇളക്കി ആ പച്ചമണം ഒന്ന് മാറുന്ന സമയത്തിന് നമ്മൾ ഇച്ചിരി പുളി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വാളംപുളി. ആ വാളംപുളിയുടെ വെള്ളം നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. തക്കാളി ഓൾറെഡി 2 ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വാളംപുളി ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി പുളി വേണ്ടാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ വാളംപുളി ഇടുന്ന ഒരു ടേസ്റ്റ് വേറെയാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിനുശേഷം ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് കഷ്ണങ്ങളുടെ കൂടെ ആവശ്യത്തിന് കുറച്ച് വെള്ളമുണ്ട്. അപ്പം ബാക്കി വെള്ളം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് എല്ലാം കൂടെ നമ്മൾ ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു സാധനം വിട്ടുപോയിട്ടുണ്ട്, കായം. നിങ്ങൾക്ക് പച്ചക്കറി വേവിക്കുന്ന സമയത്ത് കട്ടക്കായമാണെങ്കിൽ അതിനകത്ത് തന്നെ ഇട്ട് വേവിക്കാം. ഞാൻ കട്ടക്കായമല്ല ഇടുന്നത്, കായപ്പൊടി ആയതുകൊണ്ട് ഞാൻ വെന്തതിന് ശേഷം ഈ മിക്സിനകത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊരു തിള വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഒരു മെയിൻ ആളെ ഇട്ട് കൊടുക്കാൻ പോവാം, മല്ലിയില. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ എനിക്ക് മല്ലിയില ഇല്ലാതൊരു ജീവിതമില്ല. മല്ലിയിലയാണ് എൻ്റെ മെയിൻ. അതുകൊണ്ട് എനിക്ക് മല്ലിയില ഇല്ലാതെ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയില ആവശ്യത്തിന് ഇടുന്നു. തിള വരുമ്പോൾ തന്നെ ഇടണം കേട്ടോ. നമ്മുടെ സാമ്പാർ റെഡിയാണ്. എൻ്റെ സാമ്പാർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ടൊക്കെ ഇടുക. എന്തെങ്കിലും റെസിപ്പീസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ.